അല്ല നോക്കൂ, ഇത് ബ്രിട്ടാസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു സാമാന്യ ബുദ്ധിന്റെ ഒരു വിഷയമാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവുന്നു, അത് നല്ല കാര്യമാണ്. ഏറ്റവും കമ്മിയുള്ള സ്റ്റേറ്റ് കേരളമാണ്, അതും നല്ല കാര്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ അത് എന്തുകൊണ്ട് CPM ഇത് പറയുന്നില്ല? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഇവിടുന്നാണ്. ആവറേജ് ലൈഫ് സ്പാൻ, ഇവിടെ താമസിക്കുന്ന ആവറേജ് ലൈഫ് ഏജ് സ്പാൻ ഏറ്റവും കൂടുതൽ കേരളത്തിനാണ്. ആവറേജ് ഏജ് സിറ്റിസന്റെ. അതും മോർട്ടാലിറ്റി അല്ല, അതും ഇൻഫന്റ് ബർത്തിൽ കോറിലേഷൻ ഉണ്ട്. ഒരു ആവറേജ് ഏജ്, ഒരു സംസ്ഥാനത്തിന്റെ ആവറേജ് ഏജ് 60-50 എല്ലാം ആയാൽ അതിൽ ചൈൽഡ് ബർത്തിന്റെ ഡയറക്റ്റ് കോറിലേഷൻ ആണ്. ചൈൽഡ് ബർത്തും ഇൻഫന്റ് മോർട്ടാലിറ്റിയിൽ കോറിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ബ്രിട്ടാസ് ഒരു വിദ്വാനാണെന്ന്, ബ്രിട്ടാസ് അത് അങ്ങനെ ആലോചിക്കണ്ട. ഇതില് മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കേരളത്തിന്റെ സ്റ്റോറി മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ മറുവശവും പറയാൻ ധൈര്യം ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം. എന്റെ പൊന്നു രാജീവ് ചന്ദ്രശേഖരേ, എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമുള്ള ആളാണ്. നിങ്ങളൊരു സംരംഭകരാണ്, അമേരിക്കയിൽ ബിഗ്ടെക് കമ്പനികളിൽ പ്രവർത്തിച്ച ആളാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരു മാധ്യമ സംരംഭത്തിന്റെ മേധാവിയാണ്. ഒരു അബദ്ധമൊക്കെ പറ്റുമെന്ന്, പക്ഷെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര, നിങ്ങളെ സമ്മതിച്ചു പോയി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇത് പറ്റണോ രാജീവേ? ഞാൻ നിങ്ങൾ നടത്തിയ പോലെ പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് നിങ്ങൾക്ക് ഇതിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് കേട്ട് നിങ്ങളുടെ ഈ അനുയായികളെങ്ങാൻ തെറ്റിദ്ധരിച്ച് പോയാൽ അവരും മണ്ടന്മാരായി പോവുമല്ലോ. അപ്പൊ അവരെ തിരുത്തണ്ടേ? നിങ്ങൾ എന്തൊക്കെയാ പറയണം? ശിശുമരണ നിരക്കിനെ കുറിച്ച് പറഞ്ഞു, കോറിലേഷൻ, ഇൻഫന്റ് മോർട്ടാലിറ്റിയും ലൈഫ് സ്പാനും മറ്റതും മറിച്ചും കോറിലേഷൻ. എന്തൊന്നാണ് രാജീവ് ഇത്? എന്ത് കോറിലേഷൻ? അല്ല, നിങ്ങൾ പറഞ്ഞത് എന്താണ്? അതായത് കേരളത്തിൽ നിന്ന് യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശിശുമരണ നിരക്ക് കുറയില്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, മണ്ടത്തരം പറ്റിയത്. നിങ്ങൾക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ്, അതല്ലെങ്കിൽ ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു കണക്കാണ്. കേരളത്തിൽ ജനസംഖ്യ കുറയുന്നതിന്റെ കാരണം, പോപ്പുലേഷൻ കുറയുന്നതിന്റെ കാരണം അതല്ലേ എന്നൊക്കെ ചോദിക്കാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ മണ്ടത്തിനെ പറ്റി പോയി ഞങ്ങൾക്ക് പറഞ്ഞ പോരായിരുന്നോ? അതിന് പകരം നിങ്ങൾ വേറെ പലതും എടുത്തിട്ട് കോറിലേഷനും മറ്റതൊക്കെ പറഞ്ഞിട്ട്, ഇനി പോട്ടെ, നിങ്ങൾ പലതും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ എന്താ പറഞ്ഞ്? യൂത്ത് മൈഗ്രേഷൻ. നീതി ആയോഗിന്റെയും അല്ലെങ്കിൽ പാർലമെന്റിൽ വെച്ച രേഖകളുടെയും കണക്ക് പരിശോധിക്കുക. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. അവിടെ തന്നെ ഞാൻ പിടിക്കാം. നിങ്ങൾ കേരളത്തിന് 8ാം സ്ഥാനമേ ഉള്ളൂ. കണക്ക് നോക്ക്. ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും, പിന്നെ നിങ്ങളുടെ മാതൃ മോഡൽ ഏത്, ഗുജറാത്ത്, അതെല്ലാം കഴിഞ്ഞ്, ഡൽഹിയും കഴിഞ്ഞ്, കർണാടകയും കഴിഞ്ഞ് 8ാം സ്ഥാനത്താമത്തെയാണ് കേരളം ഉള്ളത്. ഈ വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് പോകുന്നതിനെ കുറിച്ചുള്ള കണക്കെടുക്കുകയാണെങ്കിൽ എൻ്റെ കണക്കല്ല കേട്ടാ, അത് നീതി ആയോഗിന്റെ കണക്കാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പാർലമെന്റിൽ വെച്ച കണക്കാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. ഈ ശിശു മരണ നിരക്ക് പോലെ തന്നെ മാതൃമരണ നിരക്കുണ്ട്. ശിശുമരണ നിരക്ക് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അവർ ഒരു വർഷത്തിനിടയിൽ എത്ര പേര് മരിക്കുന്നുള്ളതാണല്ലോ, നമ്മൾ നേരത്തെ വിസ്തീരിച്ച, നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലും. ഇനി മാതൃമരണ നിരക്കുണ്ട്. അതായത് 1,00,000 പ്രസവത്തിൽ എത്ര അമ്മമാർ മരിക്കുന്നു. അതാരാ പുറത്തിറക്കിയാൽ നിങ്ങൾക്കറിയാലോ? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. 2021 മുതൽ 23 വരെ കമ്പയർ ചെയ്ത കണക്ക്, 3 വർഷത്തെ കണക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പുറത്തിറക്കിയത്. ആ കണക്ക് ഞാൻ വായിക്കട്ടെ രാജീവ് ചന്ദ്രശേഖരൻ. ആ കണക്ക് പ്രകാരം നിങ്ങളുടെ മാതൃ സംസ്ഥാനമായ ഉത്തർപ്രദേശ് 1,00,000 പ്രസവത്തിൽ അമ്മമാര് മരിക്കുന്ന കണക്ക് നോക്കിയാൽ 141, മധ്യപ്രദേശ് 142, ഛത്തീസ്ഗഡ് 146, നിങ്ങളുടെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള ഒഡീഷ 153, അസാം 110, കേരളത്തിൽ എന്നറിയോ 30. അതാ കോവിഡ് കാലത്തെ ചില മരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 19-നും 30-നും ഇടയ്ക്കാണ് കേരളത്തിന്റെ സംഖ്യ. ഇതൊക്കെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഒരു മേന്മയല്ലേ? നമുക്ക് ഈ മൈഗ്രേഷൻ ഉള്ളൊരു പുത്രിയല്ലെന്ന് നമ്മൾ പണ്ട് കൊളംബിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്ക് പോയില്ലേ?
പക്ഷെ നിങ്ങളിത് എടുത്തു വെച്ചിട്ടെന്തോ കേരളത്തിനെന്തോ തകരാറുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. ഞാനൊരു ദേശീയ ചാനലിന് നൽകിയ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നല്ലോ നിങ്ങളെ പ്രകോപിപ്പിച്ചൊരു വിഷയം. എനിക്ക് നിങ്ങൾക്ക് ഒരു ഉപദേശം മാത്രമേ തരാനുള്ളൂ. ദയവ് ചെയ്ത് ഒരു മണ്ടത്തരം പറ്റിയാൽ അത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ഏറ്റു പറയുക. അത് ക്ലീൻ സ്ലേറ്റിൽ നമുക്ക് തുടങ്ങാം. പിന്നെ ഈ പറയുന്ന പോലെ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര നടത്തി നിങ്ങൾ സ്വയം അപഹാസ്യനാകും. നിങ്ങളൊരു പദവി അലങ്കരിക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. താങ്ക് യു.